ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എലനോർ സ്പാർട്ടയും ജാസിയുടെ ഇഷ്യൂ ആണ് സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം എലനോർ സ്പാർട്ടയ്ക്കെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജാസിയും എല്ലാവരും ഇവർക്കെതിരെ ഈ ഒരു എലനോർ സ്പാർട്ടയ്ക്കെതിരെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനെല്ലാം ശേഷം ഈ ഒരു കേസിനെയൊക്കെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം സത്യാവസ്ഥ വെളിപ്പെടുത്തി എലനോർ സ്പാർട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ എന്താണ്, ഈ ഒരു എലനോർ സ്പാർട്ടയ്ക്കെതിരെ എന്താണ് കേസ് വന്നത് എന്നുള്ളൊരു കാര്യം, പിന്നെ ഈ ഒരു ജാസി എന്താണ് ഈ ഒരു എലനോർ സ്പാർട്ടയ്ക്കെതിരെ വീഡിയോ ഇട്ടതെന്നും, പിന്നെ ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നമുണ്ടായി, എന്തിനാണിപ്പം ജാസി ഇതേ കണക്ക് ഈ ഒരു പ്രശ്നം വന്നപ്പം വീഡിയോ ഇടാനുണ്ടായ കാരണം എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ ആ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. സോ ഒട്ടും വേഗത വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഒരു എലനോർ സ്പാർട്ടയ്ക്കെതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതേ കണക്ക് എലനോർ സ്പാർട്ട ഉണ്ടെങ്കിൽ ഓടിച്ചിരുന്ന കാറുണ്ടെങ്കിൽ നടു റോഡിൽ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് എന്തോ രാവിലെ ഇങ്ങനെ ഒരു പെട്രോളിംഗ് പോലെ വന്ന സമയത്ത് ഇതേ കണക്ക് കാറ് നടു റോഡിൽ കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്ന് ആരാണെന്ന് നോക്കിയ സമയത്ത് ഈ ഒരു എലനോർ സ്പാർട്ടയാണ്. പോലീസിനെ കണ്ടതും ഈ ഒരു പെൺകുട്ടി കാറും എടുത്ത് ഓടിച്ചു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോലീസ് പിറകെ പോയിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഊതിപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കുട്ടി കുടിച്ചിട്ടുണ്ട് എന്നുള്ളത്. കുടിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത് എന്നുള്ളൊരു കാര്യം കൂടി ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫൈൻ അടപ്പിച്ചു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ ഫോർമാലിറ്റിയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം വിട്ടയച്ചു എന്നുള്ള കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം എലനോർ സ്പാർട്ട ഉണ്ടെങ്കിൽ കുറേയധികം പേർക്കെതിരെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് എലനോർ സ്പാർട്ട ആദ്യമേയൊക്കെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ടിക്ടോക്ക് വീഡിയോയിലൂടെയൊക്കെ ആയിരുന്നു. അതിൽ കുറേയധികം വിമർശനങ്ങളൊക്കെ അതിന് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അത് തന്നെ കണ്ടിന്യൂ ചെയ്തൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷമാണ് ടിക്ടോക്ക് ബാൻ ആവുന്നതൊക്കെ. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിലേക്ക് ആയിരുന്നു നേരത്തെ ഈ ഒരു എലനോർ സ്പാർട്ട പോയിട്ടുണ്ടായിരുന്നത്, ടിക്ടോക്ക് വിട്ടിട്ട്. ഈ ഒരു യൂട്യൂബിലൊക്കെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്, ആൾക്കാർ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ചൊക്കെ സംസാരിച്ച് എന്താണ് ഒപ്പീനിയൻ, റിയാക്ഷൻ പോലെ എന്നുള്ള രീതിയിലാണ് സംസാരം. എന്തൊക്കെയാണ് തനിക്ക് തോന്നുന്നത് അതെല്ലാം അതിനെക്കുറിച്ച്, ആ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കും. അതുപോലെ കുറേയധികം പേര് സംസാരിച്ചിട്ടുണ്ട്, എതിരെ സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു എലനോർ സ്പാർട്ട. അതിൽ പ്രത്യേകിച്ച് ജാസിക്കെതിരെ കുറേയധികം കാര്യങ്ങൾ ഹെലൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജാസിയും ഹെലനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്ന കുറേ നാളുകൾക്ക് മുമ്പാണ്. ഇത് കണക്ക് ജാസി എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു ട്രാൻസ്ജെൻഡർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ നിന്ന് ഇവർക്കെതിരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ജാസി പെരുമാറുന്ന രീതി കൊണ്ടും വീഡിയോസ് ചെയ്യുന്നതെല്ലാം കൊണ്ട് കുറേയധികം ഹേറ്റ് ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ജാസി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇപ്പോൾ ആഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് റിലേഷനിലാണ്. അവർ ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അവർ ഒരുമിച്ച് വീഡിയോസും കാര്യങ്ങളും ചെയ്യാറുണ്ട്, ഇൻ്റർവ്യൂസൊക്കെ കൊടുക്കാറുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഇവർ അനുഭവിച്ച ബുദ്ധിമുട്ടും, ഇവരുടെ വീട്ടിൽ നിന്നും ഇതേ കണക്കൊരു പെണ്ണാണ് എന്ന് പറഞ്ഞ സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ വന്ന് അവരുടെ വേദനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേയൊക്കെ ഇവരെ കുറേയധികം പേര് സപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും പിന്നെ ഇവർ കാണിക്കുന്ന കുറേയധികം കാര്യങ്ങൾ, ഈ ഒരു ആഷി എന്ന് പറഞ്ഞ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ കുറേയധികം പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് ഇവർ കാണിക്കുന്നത്, ഇതൊക്കെ കുട്ടികളൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കുറേയധികം കാര്യങ്ങൾ ഇതേ കണക്ക് ചർച്ചയാവുമായിരുന്നു. ആ സമയത്തൊക്കെ ഹെലൻ ഇതിനെപ്പറ്റി വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. നീ എന്താണ് ഇതേ കണക്ക് കാണിക്കുന്നത്, നിങ്ങളെ ബന്ധമൊക്കെ സമൂഹത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഹെലൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഇപ്പം നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീകൾക്കെല്ലാവർക്കും ബസ്സിൽ പോകാൻ വേണ്ടി ഫ്രീ ആയിട്ട് പറ്റുമെന്നുള്ള രീതിയിൽ. ആ ഒരു സമയത്തൊക്കെ മാധ്യമങ്ങളൊക്കെ ഈ ഒരു ഓൺലൈൻ മീഡിയാസൊക്കെ ഈ ഒരു ജാസിയെ കാണുമ്പോൾ ചോദിക്കും, ഇതേ കണക്ക് ഒരു വാർത്ത വരുന്നുണ്ടല്ലോ, സ്ത്രീകൾക്കൊക്കെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും, അതിന് ജാസിയും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ ഞാനും ഒരു സ്ത്രീയാണ്, ഞാൻ ഉറപ്പായിട്ടും പോകും എന്നുള്ളൊരു കാര്യമൊക്കെ ഈ ഒരു ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചും ഈ ഒരു എലനോർ സ്പാർട്ട ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നീ പെണ്ണെങ്ങനെയാണ് ആവുന്നത് എന്നുള്ള രീതിയിൽ, നീ ആണല്ലേ, നിൻ്റെ ആ ഒരു സ്വകാര്യ ഭാഗമൊന്നും മുറിച്ചൊന്നും കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടൊന്നും അല്ലല്ലോ, നീ ഇപ്പോഴും ഒരു പുരുഷൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ജാസി പെട്ടെന്ന് ഒരു ദിവസം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ പോവാണ്, എൻ്റെ എനിക്ക് സ്വകാര്യമായിട്ടുള്ള ഒരു ഭാഗം
മുറിച്ച് കളയുകയാണ് എന്നുള്ള രീതിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓരോ വീഡിയോസൊക്കെ ജാസി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് കുറേയധികം പേര് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ സത്യം തന്നെ ആണോ, ജാസി ഇത് കണക്ക് ചെയ്യുന്നോ എന്നുള്ള രീതിയിൽ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓപ്പറേഷനൊക്കെ പേടിയാണ് എന്നുള്ള കാര്യം. എന്നിട്ട് ഇതേ കണക്ക് വന്നിട്ട് ഇപ്പം ചെയ്യുവാണെന്ന് പറഞ്ഞ് ഇത് സത്യമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എന്തായാലും ആശുപത്രിയിൽ നിന്നുള്ള കാര്യങ്ങളും പിന്നെ ആശുപത്രിയിലെ ബെഡിലൊക്കെ കിടന്നുകൊണ്ടുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവസാനം തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഉള്ള വീഡിയോസിലൊക്കെ ഭയങ്കര വയ്യാതെ കിടന്നിട്ടുള്ള വീഡിയോയിലൊക്കെ സംസാരിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാനൊരു സ്ത്രീയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ കുറേയധികം പേര് ജാസിക്കെതിരെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവർ പറഞ്ഞത് കള്ളമാണ്, അങ്ങനെ അവരുടെ സ്വകാര്യ ഭാഗം മുറിച്ചു എന്നുള്ളതൊക്കെ പറയുന്നതിനോട് യോജിപ്പില്ല. കാരണം കുറേയധികം ആ ഒരു ആശുപത്രിയിൽ കുറേയധികം പേര് വിളിച്ചന്വേഷിച്ചു, അവിടെ ഇതേ കണക്ക് അങ്ങനെ ഒരു സർജറി ചെയ്യാനുള്ള ഒരു സൗകര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജാസി ആ ഒരു സ്വകാര്യ ഭാഗം മുറിച്ച് കളഞ്ഞതൊന്നുമല്ല, അതിന് പകരം ഒരു ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് അത് ചെയ്തതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ജാസി സമ്മതിച്ച് തരുമൊന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ എന്താണ് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഞാൻ ചെയ്തത് എന്ത് ഓപ്പറേഷനാണ് എന്നെനിക്കറിയാമല്ലോ എന്നുള്ള രീതിയിലാണ് ജാസി വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ജാസിക്കെതിരെ പറഞ്ഞവർക്കെല്ലാം മറുപടിയായിട്ട് ജാസി വീഡിയോയിൽ വന്നിട്ട് ഇത് തന്നെയാണ് എന്നുള്ള സത്യം എന്നൊക്കെ പറഞ്ഞിട്ട് ജാസി വരുമായിരുന്നു. ആ ഒരു സമയത്ത് ഹെലനോസ് പാർട്ട് വീഡിയോയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ തുറന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്, ഇതെന്താണ് ഇവൾ കള്ളം പറയുകയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഒരു ദിവസം ജാസി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്കെതിരെ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞാൻ എപ്പം എന്ത് പറഞ്ഞാലും എനിക്കെതിരെ സംസാരിക്കുന്ന ഒരാളാണ്, ഞാൻ ഇപ്പോഴും പെണ്ണ് തന്നെയാണോ എന്ന് അവർക്ക് വിശ്വാസം വന്നിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെ ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലും കൂടി ഈ ഒരു ജാസി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ഒരു ഹെലനെ വിളിച്ച് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇതിനൊക്കെ മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് എന്നുള്ളത് മാത്രമേ, ഞാൻ ഒരു സ്ത്രീയാണെന്ന് തെളിയിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം ഹെലനോസ് പാർട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ജാസിക്കെതിരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത് കുട്ടികളൊന്നും അധികം കാണാൻ നിൽക്കരുത്, ഞാൻ കുറേ അധികം എനിക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ഹെലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവനുണ്ടെങ്കിൽ ഞാൻ വെളിയിലായിരുന്ന സമയത്ത്, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ആൾക്കാരുടെ കൂടെയൊക്കെ വെളിയിൽ പോയ സമയത്ത് പെട്ടെന്ന് ഈ ഒരു ജാസി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിച്ച സമയത്ത് ഞാൻ വെളിയിലായതുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമേ, പിന്നെ എടുക്കാം എന്നൊക്കെ വെച്ചിട്ട്. പിന്നെ ഇത് കണക്ക് എന്നെ വിളിക്കുന്നു, ഞാൻ പബ്ലിക് ചെയ്യുന്ന സമയത്ത് ഇത് കണക്ക് എന്നെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുമ്പോഴത്തേക്കും പറഞ്ഞു, നീ എനിക്ക് ഞാൻ ഉണ്ടെങ്കിൽ പെണ്ണാണ് എന്നൊക്കെ ഡൗട്ടാണല്ലേ എന്നൊക്കെ ഉണ്ടല്ലോ, അപ്പം നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ജാസി ഉണ്ടെങ്കിൽ തുണി അഴിച്ച് കാണിച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഹെലൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര തെറിയൊക്കെയാണ് ഈ ഒരു ജാസിക്കെതിരെ ഈ ഹെലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഒരു സ്ത്രീയെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതേ കണക്കൊക്കെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേസ് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, നീ എന്തെന്നൊക്കെ പറഞ്ഞാലും ഇതുപോലെയുള്ള അനാവശ്യങ്ങൾ കാണിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ജാസിക്കെതിരെ ഉണ്ടെങ്കിൽ ഹെലൻ പറയുന്നുണ്ടായിരുന്നു. ഇതിനെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോയിൽ ജാസിക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഒരു പെൺകുട്ടിയൊക്കെ വിളിച്ചിട്ട് ഇതുപോലെ, അതും ആ ഒരു പെൺകുട്ടി പബ്ലിക്കിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഹെലൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ഷോക്കായി പോയെന്നും, അത് പബ്ലിക്കിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഇതുപോലൊരു സംഭവം വീഡിയോ കോൾ വിളിച്ചിട്ട് ഇതേ കണക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ താൻ ഭയങ്കര ഷോക്കായി പോയെന്നും, ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് വെച്ചിട്ടാണ് ഇപ്പം തന്നെ വീഡിയോ ചെയ്യുന്നതെന്നുള്ളതും, ഇതേ കണക്ക് എൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അടിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ ഹെലൻ ആ സമയത്ത് ജാസിക്കെതിരെയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ ഓരോ ദിവസം എന്തെങ്കിലും ജാസി പറയുന്നതിനെക്കുറിച്ചെല്ലാം ഹെലനുണ്ടെങ്കിൽ എതിർത്ത് സംസാരിക്കുമായിരുന്നു. ഇവരൊക്കെ ഇതേ കണക്ക് ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഇതുപോലത്തുള്ള നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടാണ് ജാസിക്കെതിരെ ഹെലൻ വീഡിയോസൊക്കെ ചെയ്തത്. എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് നാളായിട്ട് ഇവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ വീഡിയോ വേറെ ടോപ്പിക്കൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെലൻ സംസാരിക്കുന്നതൊക്കെ. എന്തായാലും ഇടയ്ക്ക് വെച്ച് ഹെലൻ വേറൊരു ടോപ്പിക്കിൽ വരെ എയറിൽ പോയിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു സോപ്പൊക്കെ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് തേച്ചാൽ വിളക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെതിരെ ഹെലന് കുറേയധികം നെഗറ്റീവ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തൊന്നും ജാസി അതിന് മറുപടിയോ കാര്യങ്ങളോ ആയിട്ട് അല്ലെങ്കിൽ എതിരെ ഒരു വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. എന്തായാലും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇതേ കണക്ക് ഹെലൻ ഉണ്ടെങ്കിൽ ഈ ഒരു കേസ് കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്നുള്ളൊരു കേസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഉണ്ടെങ്കിൽ ജാസി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെലനെതിരെയാണ് ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ആ ഒരു വീഡിയോയ്ക്കകത്ത് ജാസി പറയുന്നൊരു കാര്യം, കർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തെറ്റ് ചെയ്താലും അതിന് തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. എന്നെ എന്തുമാത്രം പറഞ്ഞൊരു വ്യക്തിയാണ് ഈ ഒരു ഹെലൻ എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇതുപോലെ കാണിച്ചേക്കുവാണ്. ഇവരുണ്ടെങ്കിൽ ഓരോ വീഡിയോയിൽ വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുക, ഭയങ്കര സമൂഹ നീതിയൊക്കെ സംസാരിക്കാറുണ്ട്. എന്നിട്ട് എന്താണ് ഇപ്പം പറ്റിയത്? ഇതാണ് പറയുന്നത് ദൈവമുണ്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിനക്ക് ഈ ഒരു ശിക്ഷ കിട്ടിയത്. ഇപ്പം ഞാൻ ചെയ്തിരുന്നെങ്കിൽ എനിക്കെതിരെ ഭയങ്കരമായിട്ട് സംസാരമൊക്കെ ആയിട്ട് വന്നേനെ. എന്തു പറ്റി ഇപ്പം ഹെലനെ കാണുന്നില്ലല്ലോ? അതാണ് പറയുന്നത്. കർമ്മയെന്ന് പറയുന്ന സത്യമാണ് നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത്. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയില്ല. നിങ്ങളെല്ലാവരും കണ്ട പോലെ ഞാനും സംഭവം കണ്ടിട്ടുണ്ട്. എന്തായാലും അത് കണ്ടപ്പോഴത്തേന് എനിക്ക് ഒരു വീഡിയോ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ജാസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലനോ സ്പാർട്ട ഇതിന് മറുപടി പറയുമോ, പ്രതികരിക്കുമോ എന്നുള്ളതായിരുന്നു. ആദ്യമേ 2 സ്റ്റോറി ആയിട്ടാണ് ഇൻസ്റ്റയിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ്, കുറേയധികം ന്യൂസും കുറേയധികം പേര് എനിക്കെതിരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്നൊക്കെ പറഞ്ഞ് അതിനെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ യൂട്യൂബിൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആയിട്ടാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷം ജാസിയുടെ ആ ഒരു വീഡിയോ വന്നത് ഈ ഒരു ഹെലനോ സ്പാർട്ട യൂട്യൂബിൽ വീഡിയോ ഇട്ടതിന് ശേഷമാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ജാസി ഉണ്ടെങ്കിൽ എനിക്കെതിരെ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് നീ എന്താണെന്നൊക്കെ പറഞ്ഞാൽ എന്നെ വിശ്വസിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്, അവരെല്ലാവരും എൻ്റെ കൂടെയുണ്ട്, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഹെലനോ സ്പാർട്ട യൂട്യൂബിലിട്ട വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ, ഇതേ കണക്ക് ഞാൻ കുടിച്ചിട്ട് വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്, അതിൽ കള്ളമൊന്നുമില്ല, ഞാൻ ആ ഒരു ചെയ്ത തെറ്റ് തന്നെയാണ്, അതിൽ ഞാൻ ന്യായീകരണമായിട്ടൊന്നും വരുന്നില്ല. പക്ഷേ എന്നു പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മീഡിയാസും കാര്യങ്ങളും അത് എടുത്തു വെച്ചിട്ട് എനിക്ക് എതിരെ വലുതായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ആൾക്കാർ എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ടിക്ടോക്കിലൊക്കെ ആയിരുന്ന സമയത്ത് അതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. അത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ ഈ ഒരു ചെയ്ത തെറ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ മീഡിയാസൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ എന്തോ ചെയ്തു പോലെ കണക്കാണ്, അതൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോരുത്തരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു ചെയ്ത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പോലും എന്നെ സപ്പോർട്ട് ചെയ്തവർ ഒത്തിരി പേരുണ്ട്. എനിക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ ചെയ്യത്തില്ല, അല്ലെങ്കിൽ അറിയാം ഇതെല്ലാം കടന്നു പോകും, അതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുറേയധികം പേര് എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഈ ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ആരാണ് കൂടെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം. എന്തായാലും എനിക്ക് കൂടെ നിൽക്കാൻ കുറേയധികം പേരുണ്ട്. ഞാനൊക്കെ വിചാരിക്കാത്തവർ വരെ എനിക്ക് മെസ്സേജ് അയച്ച് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രം മതി. പിന്നെ എനിക്ക് ഫൈനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ളായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലാതെ കുറേയധികം പേര് ഞാൻ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ കാറിൽ നിന്ന് ലഹരിയൊക്കെ പൊക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് വീഡിയോ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഹരിയും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പോലീസ് വന്നിട്ട് ഇതേ കണക്ക് ചെക്ക് ചെയ്തു മനസ്സിലായ സമയത്ത് അവരുണ്ടെങ്കിൽ അതിനെ അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യമേ ഫൈൻ അടച്ചു, പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി ന്യൂസും കാര്യങ്ങളും വരുമെന്ന് ചോദിച്ച സമയത്ത് ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം വീഡിയോസ് എടുത്തു വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കുറേയധികം പേര് എൻ്റെ ഫോട്ടോസൊക്കെ നല്ല ഫോട്ടോസൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞിട്ട് മീഡിയാസിനെയൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ ഇത്രയും മാത്രമേ പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല ഉള്ളത് ഉറപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് വേണമെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ളതും ഹെലൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയും കുറേയധികം പേര് ലഹരി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു, അതായത് കുറച്ച് കൂടിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ പക്ഷേ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് ഹെലൻ പറയുന്നത്. ഇതിന് വന്നതിന് ശേഷം ഹെലന് ഈ ഒരു ന്യായീകരണമായിട്ടുള്ള വീഡിയോ വന്നതിന് ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എല്ലാവരും പറഞ്ഞൊരു കാര്യം, ഇങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യം ഒന്നുമില്ല, ഹെലൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹെലൻ തന്നെ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ ഹെലൻ കുറേയധികം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്, മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റങ്ങളുടെ ഇതുപോലെ ചെയ്യരുതെന്ന് പറയുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് ഇതേ കണക്ക് ഹെലൻ വന്ന് ചെയ്യുമ്പോഴത്തേന് ആൾക്കാരതിൽ നെഗറ്റീവ് തന്നെ പറയും. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ നെഗറ്റീവായിട്ട് മറ്റുള്ളവർ ചെയ്യുന്നതിനെ പറ്റി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തി വളരെ ക്ലീനായിട്ട് ഒരാളായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും നിൽക്കരുത്. പക്ഷേ ഇതേ കണക്ക് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ന്യായീകരണമായിട്ട് വരികയൊന്നും ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ കുറേയധികം പേര് ഇതേ കണക്ക് തെറ്റ് ചെയ്തിട്ട് ന്യായീകരണമായിട്ടൊക്കെ വരാറുണ്ട്. അതിനെതിരെയൊക്കെ ഹെലൻ വീഡിയോ ചെയ്യുന്നതല്ലേ. പിന്നെ കുറ്റം പറയുന്നവർക്കെതിരെയൊക്കെ ഒരു മറുപടി എന്നുള്ള ഒരു കളിയാക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നതും ശരിയല്ല എന്നുള്ളതാണ് ഹെലനെതിരെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്.